ശബരിമലയിൽ മുഖ്യനെയും മന്ത്രിമാരെയും ഞെട്ടിച്ചുകൊണ്ട് അടുത്ത അറസ്റ്റ് നടന്നിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു മുൻ ഉദ്യോഗസ്ഥൻ കൂടി അറസ്റ്റിലായിരിക്കുന്നു. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെയാണ് SIT അറസ്റ്റ് ചെയ്തത്. 2019 ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശബരിമല AO ആയിരുന്നു ഇദ്ദേഹം. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി ഉണ്ടായത്. ഓരോ ദിവസം ബോർഡ് ഉദ്യോഗസ്ഥരും അറസ്റ്റിലാക്കപ്പെടുമ്പോൾ വിരൽ ചൂണ്ടപ്പെടുന്നത് CPM എന്ന പാർട്ടിയിലേക്ക് തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളിൽ നിർണായക സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. 2019 നടന്ന സ്വർണ്ണ മോഷണം അദ്ദേഹത്തിന്റെ ഭരണസമിതി മറച്ചുവെച്ചോ എന്നതായിരിക്കും പ്രാഥമിക ചോദ്യം ചെയ്യൽ അന്വേഷിക്കുക. അദ്ദേഹത്തിന്റെ കാലത്ത് സേവനമനുഷ്ഠിച്ച മറ്റ് ബോർഡ് അംഗങ്ങളുടെ മൊഴികൾ രേഖപ്പെടുത്തുവാനും SIT ഉദ്ദേശിച്ചിരുന്നു. പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള മുൻ ഭരണസമിതിയുടെ കാലാവധി കൂടി ഉൾപ്പെടുത്തി അന്വേഷണം ഇപ്പോൾ വികസിക്കുകയാണ്. മാറ്റി സ്ഥാപിക്കുന്നതിനായിട്ട് സ്വർണ്ണപ്പാളികൾ കൈമാറുന്നതിനുള്ള തീരുമാനമെടുക്കൽ പ്രക്രിയയാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രത്യേകിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുവാനുള്ള പ്രാരംഭ തീരുമാനവും തുടർന്ന് ക്രമത്തിലെ മാറ്റവുമായിരിക്കും ശ്രദ്ധിക്കുക. CEO ചോദ്യം ചെയ്യുകയായിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരിയെ SIT പ്രാഥമിക ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. സ്വർണ്ണപ്പാളികൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള കരാറിൽ ഏർപ്പെട്ട കമ്പനിയാണ് സ്മാർട്ട് ക്രിയേഷൻസ്. കൂടുതൽ ചോദ്യം ചെയ്യലിന് SIT പദ്ധതിയിടുകയാണ്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. മോഷ്ടിച്ച സ്വർണം സഞ്ചരിച്ച വഴികൾ അന്വേഷണം നടത്തി വരികയാണ്. നിലവിൽ P ജയകുമാർ നയിക്കുന്ന കമ്മിറ്റിയിൽ ഉദ്യോഗസ്ഥരെയും മുൻ ബോർഡ് അംഗങ്ങളെയും മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് മോഷ്ടിച്ച സ്വർണം ഒരു കോടീശ്വരം വിറ്റതായിട്ട് പ്രതിപക്ഷം ആരോപിക്കുന്നത് തുടരുന്നത് കൊണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു സ്വർണ്ണക്കൊള്ളയിൽ വിദേശ ബന്ധം ആരോപിച്ചതുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ചെന്നിത്തല മൊഴി നൽകിയത്. അതിനുശേഷം ചെന്നിത്തല പറഞ്ഞ വ്യവസായിയുടെ കയ്യിൽ നിന്ന് മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. അതിൽ രമേശ് ചെന്നിത്തല ആരോപണം ശരിവെച്ചുകൊണ്ടായിരുന്നു വ്യവസായി എത്തിയത്. അപ്പോൾ തന്നെ സഖാക്കളുടെ നെഞ്ച് പൊട്ടിയതാണ്. 500 കോടി രൂപയുടെ പുരാവസ്തു കടത്താണ് നടന്നതെന്ന് വ്യവസായി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഫോണിലൂടെയായിരുന്നു SIT വിവരങ്ങൾ ശേഖരിച്ചത്. 3 മണിക്കൂറോളം വ്യവസായിയുമായി അന്വേഷണ സംഘം സംസാരിച്ചതായിട്ടാണ് വിവരം. വൈകാതെ നേരിട്ട് മൊഴിയെടുക്കും. പുരാവസ്തു കടത്ത് സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യവസായി കൈമാറി എന്ന് തന്നെയാണ് സൂചന. രമേശ് ചെന്നിത്തലയുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള മൊഴി ലഭിച്ചതോടെ വിശദ അന്വേഷണങ്ങളിലേക്ക് കടക്കുവാനാണ് അന്വേഷണ സംഘത്തിന് നീക്കം. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ 500 കോടിയുടെ പുരാവസ്തു കടത്താണെന്നും ഇതിനെക്കുറിച്ച് മലയാളിയായ വിദേശ വ്യവസായിക്ക് അറിയാമെന്നുമായിരുന്നു രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തെ അറിയിച്ചത്.